ഹായ് അങ്ങനെ അടുത്ത ഒരു വ്യാഴം വെള്ളി ദിവസം വന്നിരിക്കുകയാണ്. തിയേറ്ററുകളിൽ സിനിമകൾ റിലീസ് ചെയ്യുന്ന ദിവസമാണ്. അപ്പൊ ജനുവരി മാസം 23, 24 ദിവസങ്ങൾ, അതായത് ഇന്നും നാളെയും തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. ഇന്ന് അതായത് ജനുവരി മാസം 23-ാം തീയതി ഒരു സിനിമ മാത്രമേ റിലീസ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ മമ്മൂക്കയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയാണ്. നമ്മുടെ മമ്മൂക്കയും ഗോകുൽ സുരേഷൊക്കെ പ്രധാന വേഷം കൈകാര്യം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഗൗതം വാസുദേവ മേനോന്റെ ആദ്യത്തെ മലയാള സിനിമയാണ്, സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ മലയാള സിനിമയാണ്. അപ്പൊ ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്യാണ്. 10:30-ക്കാണ് ഇവിടെ ഷോ വരുന്നത്. സിനിമ കണ്ട് നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ എത്തിക്കുന്നതായിരിക്കും. അടുത്ത സിനിമ എന്നുള്ളത് നമ്മുടെ അക്ഷയ് കുമാർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ഹിസ്റ്റോറിക്കൽ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സ്കൈ ഫോഴ്സ് ആണ് സിനിമ. ജനുവരി മാസം 24-ാം തീയതി, നാളെയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. ദിലീഷ് പോത്തന് അവതാരം ജാഫർ ഇടുക്കി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സസ്പെൻസ് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ജനുവരി മാസം 24-ാം തീയതിയാണ് തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. അതായത് നാളെയാണ് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ആക്ഷൻ അഡ്വഞ്ചർ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഫ്ലൈറ്റ് റിസ്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും നാളെ, അതായത് ജനുവരി മാസം 24-നാണ് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. നമ്മുടെ അർജുൻ അശോകൻ പ്രധാന വേഷം കൈകാര്യം കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ലിജു തോമസ് ആണ് ഈ സിനിമയുടെ ഡയറക്ടറായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു സിനിമ ജനുവരി മാസം 24 നാളെ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ചൈനീസ് മൂവിയാണ്. ഒരു ചൈനീസ് മൂവിയുടെ ഇംഗ്ലീഷ് ഡബ്ഡ് വേർഷനാണ് ഇവിടെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പേ തന്നെ സിനിമയുടെ പേര് വരുന്നത് ഡിലൈറ്റ് ഓഫ് ദ വാരിയസ് വാൾഡ് ഇൻ ആണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കിഡിലൻ ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഒരു കിഡിലൻ ആക്ഷൻ മൂവിയാണ്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയായിരിക്കും ഈ സിനിമ എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഡീറ്റെയിൽ റിലീസ് ഒക്കെ ഇതിനു മുമ്പേ തന്നെ കഴിഞ്ഞതാണ്. ഈ സിനിമ ഞാൻ കണ്ടതാണ്, ഡീറ്റെയിൽ റിലീസ് ചെയ്ത സമയത്ത് ഞാൻ കണ്ടതാണ്. കിഡിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും തിയേറ്ററിൽ എന്നുള്ളതാണ്. എന്തായാലും കാണേണ്ട സിനിമ തന്നെയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ജനുവരി മാസം 24-ാം തീയതി, നാളെയാണ് ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ആനിമേഷൻ മൂവിയാണ്. ആനിമേഷൻ അഡ്വഞ്ചർ ഡ്രാമ മിത്തോളജിക്കൽ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് രാമായണ ദ ലെജൻഡ് ഓഫ് പ്രിൻസ് രാമ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലായിട്ട് ജനുവരി മാസം 24-ാം തീയതി, നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു മലയാളം മൂവിയാണ്. മലയാളം ഒരു ലോ ബഡ്ജറ്റ് മൂവിയാണ്. ഒരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ. ബെസ്റ്റി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജനുവരി മാസം 24 നാളെയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു തമിഴ് മൂവിയാണ്. കോമഡി ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമ. മിസ്റ്റർ ഹൗസ് കീപ്പിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ തമിഴ് ഭാഷയിൽ ജനുവരി മാസം 24 നാളെ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ലോ ബഡ്ജറ്റ് മൂവിയാണ്. അവറാച്ചന്റെ സ്വന്തം ഇണങ്ങത്തി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഡ്രാമ ഫാമിലി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമ ജനുവരി മാസം 24 നാളെയാണ് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത ഒരു തമിഴ് മൂവിയാണ്. ബോട്ടിൽ രാധ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. നമ്മുടെ സിനിമയും ജനുവരി മാസം 24 നാളെയാണ് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത ഒരു മലയാളം ലോ ബഡ്ജറ്റ് മൂവിയാണ്. എന്റെ പ്രിയതമൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമയും ജനുവരി മാസം 24 നാളെയാണ് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ഇത്രയും സിനിമകളാണ്, ഏകദേശം 12ഓളം സിനിമകളാണ് ഇന്നും നാളെ 23, 24 ദിവസങ്ങളിൽ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഈ ഒരു റിലീസിംഗിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.